ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി ഫിജി. നമ്മൾ സൺഡേ ആണല്ലോ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യാറ്, പക്ഷെ ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അമ്പുതിരുന്നാളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നാണ് കേട്ടോ വീഡിയോ വരുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സിന്റെ സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആന്തൂറിയം പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കാണിച്ച പ്ലാന്റ്സുകളുണ്ട്, അതുകൂടാതെ 2 വെറൈറ്റിയും കൂടെ പുതിയതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഒരു കോംബോയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഒരു കോംബോ ആയിരുന്നു. ദാ ഇങ്ങനെ പീസ് ലില്ലിയുടെ തിക്ക് പോട്ടായിട്ട് വരുന്ന ഇങ്ങനെ ഇത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും തിക്ക് പോട്ടായിട്ട് വരുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റും പ്ലസ് നമ്മുടെ ബേർഡ് ഓഫ് പാരഡൈസ് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. ഒത്തിരി പേർക്ക് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബേർഡ് ഓഫ് പാരഡൈസിൽ ഒരു പോട്ടിൽ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. അതിങ്ങനെ 2 പ്ലാന്റ് ആണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ബേർഡ് ഓഫ് പാരഡൈസ് ഒക്കെ 2 എണ്ണം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് 2 പ്ലാന്റുകളായിട്ട് തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കോംബോയ്ക്ക് 650 ആയിരുന്നു, 650 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. അപ്പൊ ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാത്തിലും പൂക്കളില്ല കേട്ടോ. ചിലതിൽ പൂക്കൾ ഇല്ലാത്തത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചിലത് ഇങ്ങനെ ഉള്ളായിട്ട് പൂക്കൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പരുവത്തിലും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാത്തിലും പൂക്കൾ ഉണ്ടായിരിക്കില്ല എന്നുകൊണ്ടും കൂടി ഓർക്കണം കേട്ടോ. ഇത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. തിക്ക് പോട്ടാണ്. അപ്പൊ അതിന് 650 ആയിരുന്നു. അപ്പൊ താല്പര്യമുള്ളവർ ഇത് കോൺടാക്ട് ചെയ്തോളൂ. 650 പ്ലസ് കൊറിയർ കേട്ടോ. ഒത്തിരി പേർക്ക് ആവശ്യമുള്ള ഒരു ഇതായിരുന്നു, റീസ്റ്റോക്ക് ചെയ്തപ്പോൾ കാണിച്ചതാണ്. പിന്നെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് വന്നിരിക്കുന്നതിൽ പുതിയ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് തിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒത്തിരി പേര് ഹൗസ് വാമിംഗ് ഇതൊക്കെ ആയിട്ട് തിക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ഒരു പോട്ടിൽ 3 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാട്ടോ. ഞാൻ വേഗത്തിൽ ഒന്ന് കാണിച്ചു പോവുകയാണെ. പിന്നെ വൈറ്റ് ലക്കാച്ചി ഇങ്ങനെ തിക്കായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ താല്പര്യമുള്ളവർ എടുത്തോട്ടോ കേട്ടോ. ലക്കാച്ചി ഒരു പോട്ടിൽ 3-4 അതിന് മുകളിലേക്കുള്ള ഷൂട്ടുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെ. പിന്നെ ഇന്നത്തെ ആന്തൂറിയം കോംബോയിലേക്ക് പോകാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്ത 2 പ്ലാന്റുകളാണ് ആദ്യം തന്നെ കാണിക്കുന്ന കോംബോയിൽ വരുന്നത്. ഈ കോംബോയിൽ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇത് അധികം പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. ഇതിന്റെ വെറൈറ്റി വരുന്നത് ആന്തൂറിയം അനോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ANOUK അനോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകൾ ഭയങ്കര ഗ്ലോസി ആയിരിക്കും. ഇങ്ങനെ കണ്ടോ, അടിപൊളിയായിരിക്കും. പിന്നെ എന്താ പറയുക, ലീഫിനൊക്കെ പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഒരു നാരോ ആയിട്ട് വരുന്ന ഒരു ഇതാണ്. നമ്മളുടെ മറ്റേ ലീഫുകൾ എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നിട്ടല്ലേ. ഇതിന്റെ ഒരു ഇലകൾക്കും പ്രത്യേകതയുണ്ട്. അപ്പൊ അത് പൂക്കൾ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു വയലറ്റും മജന്തയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഇത് കണ്ടോ, ഭയങ്കര ഗ്ലോസിയാണ്, നല്ല രസമാണ് കാണാൻ കേട്ടോ. ഒരു പോട്ടിൽ 2 ഷൂട്ട് മിനിമം അതിന് മുകളിലേക്കൊക്കെ ആയിരിക്കും കേട്ടോ. മിക്കതും തന്നെ 2 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് കയറുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള വെറൈറ്റി. അപ്പം നമ്മൾ കാണിക്കുന്നത് എല്ലാം ടിഷ്യൂ കൾച്ചർ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് നാടൻ വെറൈറ്റികളൊന്നും അല്ല. ഇത് ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ബാക്കിൽ വെച്ചേക്കണ്ടാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത്. ഇത് കണ്ടോ, എല്ലാത്തിലും 3 പൂക്കളൊക്കെ എന്തായാലും ഒരു പൂവ് ഉറപ്പായിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ 2 പൂവാണ് കാണുന്നത്. ഇത് കണ്ടോ, പൂക്കളുടെ വലിപ്പത്തിലും ഒക്കെ വ്യത്യാസവും ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ വെച്ചേക്കുന്നതൊക്കെ കേട്ടോ. ഇത് കണ്ടോ, ചിലതിൽ മുട്ടുകളൊക്കെ ആയിട്ട് കണ്ടോ, നല്ല പ്രത്യേകതയുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കാണുമ്പോൾ നല്ല വ്യത്യാസം മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇത്. രണ്ടാമത്തെ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാത്ത ഒരു വെറൈറ്റിയാ റെഡ്. ഒത്തിരി പേര് റെഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോ. ഇങ്ങനെയാണ് റെഡിന്റെ ഇതിരിക്കണേ. കണ്ടോ, ഇതിലിപ്പോൾ 3 ഷൂട്ട് കാണുന്നുണ്ട്. 2 വലിയതും പിന്നെ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് 2 പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. 2 പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ബേബി പ്ലാന്റ്സുകളൊക്കെ ആയിട്ട് എല്ലാത്തിൽ നിന്നും പിന്നെയും ഷൂട്ടുകളൊക്കെ പൊട്ടിയിട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ബാക്കിൽ വെച്ചേക്കുന്നതാണ് ഇത് കേട്ടോ. ഈ കളർ വരുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടത് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ 2 പോട്ടിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. ഇങ്ങനെ തിക്കായിട്ട് വരുമ്പോഴല്ലേ ഭംഗി വരുന്നത്. അപ്പോൾ ഇത് 2 പ്ലാന്റിനും കൂടെ 750 പ്ലസ് കൊറിയറാണ്. 750 പ്ലസ് കൊറിയർ. ഇത് നാടൻ അതല്ല, ഞാൻ പറഞ്ഞല്ലോ റെയർ ആയിട്ട് കിട്ടുന്ന വെറൈറ്റിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 750 പ്ലസ് കൊറിയർ.
പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റീസ്റ്റോക്ക് ചെയ്താണ് കോംബോ തന്നെയാണ്. അത് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. കാരണം ഒരു കുറച്ച് പേര് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ട് ഇത്രയും നേരമല്ലേ ആയിട്ടുള്ളൂ, ഇത്രയും ഒരു ദിവസമൊക്കെ അല്ലേ ആയുള്ളൂ, അപ്പോഴത്തേക്കും പ്ലാന്റ് തീർന്നോ, അതൊക്കെ വെറുതെ കാണിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ മെസ്സേജ്, ഒത്തിരി പേര് കാണുന്നതാണല്ലോ, അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വേഗം മെസ്സേജ് ചെയ്താൽ മാത്രം പോരാട്ടോ. അതിനനുസരിച്ച് തന്നെ വേഗത്തിൽ തന്നെ പേയ്മെൻറ്റും ചെയ്യണം. ആരാണ് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഓൺലൈനിലൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്, നമുക്ക് ആരെയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് സ്ക്രീൻഷോട്ടും കൂടെ അയക്കണേ. പിന്നെ നിങ്ങൾ അഡ്രസ്സ് കൂട്ടത്തിൽ നിങ്ങൾ പ്ലാന്റുകൾ ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അഡ്രസ്സും കൂടെ അയച്ചോളൂ. അഡ്രസ്സ് പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യമായിരിക്കും കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഫോൺ നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ, അതായത് ഇപ്പോൾ വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പോൾ കൊറിയറുകാർ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോൺ എടുക്കുന്നവരുടെ നമ്പർ വേണം കേട്ടോ തരാനായിട്ട്. ഒത്തിരി പേര് ഇങ്ങനെ കൊറിയർക്കാർ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എടുക്കാത്ത നമ്പറുകളൊക്കെ തന്ന് പിന്നെ നമ്മളെ വിളിക്കേണ്ടി വരും. ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ട് കൊറിയർ കൊണ്ടുവന്ന് തരുന്നവർക്ക്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ച കോംബോ 5 പ്ലാന്റുകളായിരിക്കും നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് 5 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉണ്ടായിരിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച കോംബോ തന്നെയാണ്, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് വൈറ്റ്. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് ഉള്ളതാണ്. ഇങ്ങനെ തിക്കായിട്ടുള്ള ഇതാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് തിരിച്ചൊക്കെ നടാവുന്ന രീതിയിൽ ഇതിലിപ്പോൾ 4 ഷൂട്ടാണ് വരുന്നത്. 4 ഷൂട്ട് എന്തായാലും 2 വലിയ പ്ലാന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ബേബികളായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് തിക്കായിട്ടുള്ള പോട്ടുകൾ വരുന്നത്. 3, 4, 5 ഷൂട്ടുകളൊക്കെ കഴിഞ്ഞ ആഴ്ച കിട്ടിയേക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ പറയാത്തതെന്ന് വെച്ചാൽ പല പോട്ടിലും പല ടൈപ്പിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പ് 2 ഷൂട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് അതേപോലെ തന്നെ, ഒന്നും നമ്മൾ മാറ്റൂല കേട്ടോ. ഇങ്ങനെ തിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കുഞ്ഞു പൂവിൻ്റെ പ്ലാന്റ് ആണ്. നമ്മൾ റെഡിൻ്റെ തന്നെ കുഞ്ഞിപ്പൂ. ഇലയും ചെറുതായിരിക്കും, കണ്ടോ, ഇലയും ചെറുത് പൂക്കളും ചെറുത്, നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ രണ്ടാമത്തെ വെറൈറ്റി. മൂന്നാമത്തെ വെറൈറ്റി ഇങ്ങനെ ഒരു ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു കാപ്പി കളറ്, മെറൂൺ കളറ് പൂവായിരിക്കും. ഇങ്ങനെയാണ് പൂ വരുന്നത്. അതിൻ്റെ ഇലയ്ക്കും ആ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ ആയിരിക്കും. ഇങ്ങനെ തണ്ടുകളും കണ്ടോ, തണ്ടും ഒരു മെറൂൺ ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. കാപ്പി കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇങ്ങനെ. ഇതെന്ന് പറയാൻ ചോക്ലേറ്റ് കളർ എന്ന് പറയാൻ പറ്റില്ല, ചോക്ലേറ്റിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണല്ലോ. ഇങ്ങനെയാണ് പൊട്ടുകൾ വരുന്നത് കേട്ടോ. നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചത് തന്നെ ഓറഞ്ച് ഷെയ്ഡ്. ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാവൻഡർ ഷെയ്ഡ്. അടിപൊളി പ്ലാന്റ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ കളർ വരുന്നത്. ഇതാണ് കറക്റ്റ് കളർ. ഇത് കുറച്ചും കൂടെ പൂവായിട്ട് കുറച്ച് പ്രായമായേക്കുന്നതാണ്. ഇതാണ് പുതിയ ഇത് വരുന്നത്. ഇതാണ് കളർ വരുന്നത് കേട്ടോ, കറക്റ്റ് കളർ. ഇങ്ങനെയാണ് പ്ലാന്റുകളുടെ സൈസൊക്കെ വരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ പ്ലാന്റ്സിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേർക്ക് 4 പ്ലാന്റുകളൊക്കെ ആയിട്ട് നമ്മൾ കോംബോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്തേ. പിന്നെ നമ്മൾ ബാക്കിൽ വെച്ചേർന്ന വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ, ഒരു പിങ്കും വൈറ്റും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ളത്, അതും കൂടെയൊക്കെ ചേർത്ത് അറേഞ്ച് ചെയ്ത് അങ്ങനെ മതി എന്ന് പറഞ്ഞവർക്ക് അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ ഇതൊക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ 5 വെറൈറ്റികളാണ് നമ്മൾ കണ്ടു. ലാവൻഡർ ഷെയ്ഡ്, ഓറഞ്ച് ഷെയ്ഡ്, ഇത് പിന്നെ ചെറിയ പൂക്കളുണ്ട്, മിനിയേച്ചർ ടൈപ്പ്. എല്ലാം മിനിയേച്ചർ, ഒരു മറ്റ് നമ്മുടെ നാടൻ വെറൈറ്റി പോലെ അത്രയ്ക്ക് ഇത് വെക്കുന്നതല്ല. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ 2 ആദ്യത്തെ കോംബോ, അത് കുറച്ചിങ്ങനെ ഹൈറ്റ് ഉള്ള പ്ലാന്റ്, അതിനേക്കാൾ അത്രയും ഹൈറ്റ് ഇല്ല കേട്ടോ ഇത്. ഇപ്പം ഈ നമ്മൾ കാണിക്കുന്ന 4 വെറൈറ്റി, പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കോംബോയിൽ 4 ഒരേപോലെയും, പിന്നെ ഇത് അതിനേക്കാൾ വ്യത്യസ്തമാണ്. ചെറിയ ലീഫാണ്, ചെറിയ പൂവാണ്. ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നല്ലോ ഇതൊക്കെ കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുമിച്ചൊക്കെ വെച്ച് കാണിച്ചു തന്നായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത് കൂടുതലൊക്കെ എടുത്ത് വെക്കാത്തത്. ഇങ്ങനെയാണ് കേട്ടോ 5 വെറൈറ്റി വരുന്നത്. അപ്പോൾ ഈ 5 വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച സെയിം എമൗണ്ട് തന്നെ 1750 ആണ്.
1750 പ്ലസ് കൊറിയർ, 1750 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഓർഡർ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ അഡ്രസ്സും കൂടെ, പിന്നെ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ പേയ്മെൻറ്റും ചെയ്ത് സ്ക്രീൻഷോട്ടും കൂടെ അയക്കണം കേട്ടോ. എന്നാലാണ് ഓർഡർ കൺഫേം ആവുള്ളൂ. അത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കേട്ടോ. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുക. മാക്സിമം സ്പീഡ് പോസ്റ്റ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒത്തിരി റേറ്റ് കൂടുതലാണ്, ഈ കൊറിയർ ചാർജ് കൂടുതലാണ് നമ്മുടെ സ്പീഡ് പോസ്റ്റിൽ വരുന്നത്. പിന്നെ അത് കുറച്ച് താമസവും കൂടെ വരുന്നുണ്ട്. നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ആരോടെ ചോദിക്കുക, നമുക്ക് അതിനുള്ളൊരു സംവിധാനങ്ങളൊക്കെ സ്പീഡ് പോസ്റ്റിൽ കുറവായതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ DTDC പ്രൊഫഷണൽ ഈ 2 കൊറിയർ വഴിയാണ് നമുക്ക് പ്ലാൻസുകൾ കൂടുതൽ അയക്കാൻ സൗകര്യം കേട്ടോ. അപ്പോൾ അതിന് താല്പര്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. സ്പീഡ് പോസ്റ്റിൽ നമ്മൾ അയക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചു തന്നായിരുന്നു. നമ്മൾ നല്ല റൂട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ്. ഇപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ നിറച്ചും ചകിരിച്ചോറ് വീഴും. നല്ല റൂട്ടുള്ള പ്ലാന്റുകൾ തന്നെ. അപ്പോൾ പോട്ട് ഉണ്ടായിരിക്കില്ല. ഇത് വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോട്ടേപ്പാടെ വിടാൻ പറ്റത്തില്ല. അത് പോട്ട് നമ്മൾ വെക്കുമ്പോൾ വോളിയോമെട്രിക്കിലേക്ക് വരും. അപ്പോൾ കൊറിയർ ചാർജൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നതിൻ്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് 2 3 പോട്ടുകളിലൊക്കെ മാറ്റി നടണമെങ്കിൽ മാറ്റി നടാം. പിന്നെ ആന്തൂറിയം എപ്പോഴും നല്ല എയറേഷൻ ഉള്ള സ്ഥലത്ത്, എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് വെക്കേണ്ടതാണ് നല്ലത്. അതിൻ്റെ ചുവടിലും അതിൻ്റെ വേരുകൾക്കൊക്കെ നല്ലോണം എയർ കിട്ടുന്ന രീതിയിൽ നമ്മൾ പോട്ടുകൾ, അതുകൊണ്ടാണ് നമ്മൾ കൊക്കോ ചിപ്സുകളും കരിക്കട്ടകളും ഇതെല്ലാം ചേർക്കുന്നത്. എന്ന് വെച്ചാൽ വേരിന് ഒരു കുറച്ച് എയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല തണലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. നട്ടിട്ട് നിങ്ങൾ ഉടനെ തന്നെ ഒന്നും അകത്തേക്ക് ഒന്നും കയറ്റി വെക്കരുത് കേട്ടോ. പൂക്കളുള്ള ചെടികളാണ്, നമ്മൾക്ക് കൂടുതൽ പൂക്കൾ നിൽക്കാനും വേണ്ടിയിട്ടും കൂടെ നമ്മൾ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത്, ഇപ്പോൾ നല്ല ചൂടുകാല സമയമൊക്കെയാണല്ലോ, അപ്പോൾ നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ വെക്കാനും ശ്രമിക്കണം. പിന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയൊക്കെ ആകുമ്പോൾ നമുക്ക് അകത്തേക്ക് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പോട്ടി മിക്സിലേക്ക് വേരുകളൊക്കെ പിടിക്കട്ടെ. അത് ഏത് ചെടി അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിലേക്കൊക്കെ വേരുകളൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അകത്തേക്കൊക്കെ വെക്കാമുള്ളൂ. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ വെള്ളമൊക്കെ ഇഷ്ടമുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് മണലും മറ്റേ പെർലൈറ്റോ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നടുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ബാക്കി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് അഗ്ലോണിമയൊക്കെ കാണിച്ചു, ബാക്കി ഒത്തിരി അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി വെറൈറ്റികളൊക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലൂടെ നോക്കിക്കോളൂ, എന്നിട്ട് ഓർഡർ ചെയ്തോളൂ ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ കേട്ടോ. എല്ലാവരുടെയും കൂടി കാണിക്കുന്നതിന് ഒത്തിരി നേരമാകുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.